ഹായ് ഗായ്സ്, രണ്ടാമത്തെ വീഡിയോയിലേക്ക് അപ്പോൾ സ്വാഗതം. അപ്പോൾ അതേ മഴയൊക്കെ പോയി, നല്ല വെയിലായി. മടി കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. എന്നാലും രണ്ടാമത്തെ വീഡിയോയിലേക്ക് മടി കാരണം എന്നെ പിശാച് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാറുണ്ട്. ദൈവത്തിനെ പറ്റി ഇനി പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും ശക്തനായി തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും ഇനി പുതിയ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കൂടുതൽ ദൈവത്തിനെ കുറിച്ച് അങ്ങനെ എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം എനിക്ക് ബൈബിളിനെ അങ്ങനെ തന്നെ എടുത്ത് പറയാൻ എനിക്കങ്ങനെ അറിയില്ല. എനിക്കിങ്ങനെ ഓരോ എക്സാമ്പിളുകളായിട്ടാണ് ആളെ ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റുക. അല്ലാണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ ദൈവത്തിന് ഇവിടെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ല, ഇങ്ങനെ നമ്മുടെ ജീവിത രീതിയിൽ എവിടെയൊക്കെയാണ് ദൈവം നമ്മളെ തൊടണേ, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴൊക്കെയാണ് ആൾ സഹായിക്കണേ, അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ദൈവത്തെ കാട്ടിത്തരാൻ പറ്റുന്നത്. നമ്മൾ പലപ്പോഴും അറിയണം പോലും ഉണ്ടാവില്ല. നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ ദൈവം വന്ന് ഓരോ ഇതുകൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മരിക്കാണ്ട് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹം. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആളുടെ മക്കളാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയിട്ടേക്കണതിലൊരു പർപ്പസ് ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ. ആരും വേസ്റ്റ് അല്ല, എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിപ്പോൾ ഒരു കള്ളനായാലും ഒരു കൊലപാതകയായാലും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പർപ്പസ് പോലെ ഉണ്ടായിരിക്കും. നമ്മൾ ആരും ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്തു പോയ അതൊക്കെ ചെയ്തു പോയി, ഇനി മുന്നോട്ട് പോകാൻ നോക്കണം. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? നമ്മളാദ്യം നമ്മുടെ പാപങ്ങളൊക്കെ കുമ്പസാരിച്ച് അത് കളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ നോക്കണം. അപ്പോൾ കുമ്പസാരത്തിലൂടെയാണ് നമ്മൾ ഒരു പുതിയ മനുഷ്യനാവുക. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഞാനൊരു വട്ടം കുമ്പസാരിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ പാപം ചെയ്യും, അതുകൊണ്ട് ഞാൻ ഇനി കുമ്പസാരിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ചിന്താഗതി. എന്ന് വെച്ചാൽ എന്തായാലും ഇത് കഴിഞ്ഞ് ഞാൻ പാപം ചെയ്യും, അതുകൊണ്ട് കുമ്പസാരിക്കണ്ട. അല്ല, അങ്ങനെയല്ല. കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം തിങ് അല്ല, അത് നമുക്ക് വീണ്ടും 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 ചെയ്യാം. നമ്മുടെ പ്രലോഭനങ്ങൾ, ഈ ലോകത്തുള്ള ഓരോ പ്രലോഭനങ്ങളാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ആവേശം സിനിമ ഞാനൊക്കെ കണ്ടു. അപ്പോൾ ആ പടത്തിൽ ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിൽ ഇടിക്കണേക്കാട്ടും കൂടുതൽ ആവേശം തോന്നിയത് അതിൽ വലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കണ്ടപ്പോഴാണ്. കുടിക്കാൻ ഞാൻ അത്ര ഇതില്ല, എന്നാലും വലിക്കാൻ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര തൊര. അപ്പോൾ ഇൻ്റർവെല്ലായപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ തരയായിരുന്നു, സിഗരറ്റ് എവിടെ? സിഗരറ്റ് ഇല്ല, ഞങ്ങളതിൽ ഉണ്ടായില്ല, ഞങ്ങൾ കൊണ്ടുപോയില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇങ്ങനെ. അപ്പോൾ ആ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ തോന്നും. അതാണ് ഒരു നേരത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. അതുപോലെ തന്നെ ഓരോ പ്രലോഭനങ്ങളാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇനി ഒരു വട്ടം നമ്മൾ കുമ്പസാരിച്ച് ഏത് നേരം നമ്മൾ ദൈവത്തിലല്ല, നമ്മൾ എന്തായാലും നമ്മുടെ ഓരോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സിനിമേനെ ഞാനൊരു ഇത് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമായിരിക്കും. ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന് പോയി, അപ്പോൾ അവിടെ ഇത്തിരി മൂത്തോരൊക്കെ ഇരുന്ന് അടിക്കുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ അവരുടെ കൂടെ പോയി ഇരുന്ന് ചെറുതടിച്ചു എന്ന് വരും. അപ്പോൾ അതൊക്കെയാണ് ഓരോ പ്രലോഭനങ്ങൾ. അതിപ്പോൾ നമ്മളായിട്ട് അതിൽ നമ്മൾ പോലും അറിയില്ലാവില്ല, ചിലപ്പോൾ അതിൽ പോയി വീഴും. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം അതാണ്. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കില്ല എന്തായാലും അടിക്കണം, അതുകൊണ്ട് എന്തായാലും ഇന്ന് വലിക്കണം, അങ്ങനെയൊന്നും ഒരാളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ചെയ്തു പോകും. അത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഉള്ളിൽ ദൈവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിനാണ്, അതിനാണ് നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഫുള്ള് പോകുന്ന പറയാം. അപ്പോൾ ചില മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ പിള്ളേർ വളർന്ന് വരണം. ഇപ്പം ചെറുപ്പം തൊട്ട് ഒരുവിധം കുർബാന കൊള്ളപ്പാട് വരെയൊക്കെ, ഫസ്റ്റത്തെ കുർബാന കൊള്ളപ്പാട് വരെയൊക്കെ പിള്ളേർ ചിലപ്പോൾ ഇത്തിരി എന്തിലെങ്കിലും ലാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി കുറുമ്പ് കൂടുതൽ അങ്ങനെയൊക്കെ കൂട്ടത്തിലുള്ള ചില പിള്ളേരുണ്ടാവും. അവർ കുമ്പസാരത്തിന് ശേഷം വളരെ വലിയൊരു മാറ്റം വരണത് അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് അവർ ചിലപ്പോൾ അവരുടെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കില്ല. അല്ല, അത് അവർ മാതാപിതാക്കൾ പറയാത്തതിൻ്റെ അവരുടെ
തെറ്റ്. അത് നമ്മളിങ്ങനെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പിള്ളേരിൽ ഇങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിള്ളേർക്ക് പറയണം, നീ ഇങ്ങനെയൊക്കെയായിരുന്നു, ഈശോ വന്നപ്പോൾ നീ ഇങ്ങനെ മാറി. അപ്പോഴാണ് അവർ കൂടുതൽ ഈശോയിലേക്ക് വിശ്വസിക്കുക. അല്ലാണ്ട് നീ പഠിച്ച് ജോലി മേടിക്കുന്ന നല്ല മാർക്കുണ്ട് നിനക്ക്, ഗുഡ് ബോയ്, അല്ലെങ്കിൽ നീ ഇത്ര മാർക്ക് മേടിച്ചു, നീ ഇവിടെ നീ സീറ്റ് കിട്ടി, നീ അങ്ങോട്ട് പോയി, നീ കാനഡയ്ക്ക് പോയി, നീ ജർമ്മനിക്ക് പോയി, നീ ഓസ്ട്രേലിയക്ക് പോയി, നീ പൈസ ഉണ്ടാക്കി, ഗുഡ് ബോയ്. നീ അല്ല, അങ്ങനെയൊന്നുമില്ല ഗുഡ് ബോയ്. നമ്മൾ ദൈവത്തിലെത്തണം. ഈശോയിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. സ്വർഗത്തിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ എന്തോരം സഹിച്ചു. ഇപ്പോൾ ക്രിസ്ത്യാനികളായാലും തന്നെ മാതാപിതാക്കളായാലും നമ്മളെ ഇപ്പോഴത്തെ തലമുറയിൽ കൂടുതൽ നമ്മളങ്ങനെ ചീത്ത കാര്യങ്ങളൊന്നും പറയില്ല. അവർ നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾക്ക് കുറേ സൗകര്യങ്ങളൊക്കെ തന്ന് നമ്മളങ്ങനെ ഇങ്ങനെ അയച്ചു വിട്ടേക്കാന്ന് പറയാം. അപ്പോൾ ആരും നമ്മളെ ഈശോനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കണോ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പള്ളിയിൽ പോയാലും തന്നെ പള്ളിയിലും പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന എത്തിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ആരും ദൈവത്തിനെ ഞാൻ ഈ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനായിട്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങിയേക്കണം, ഇങ്ങനെ ദൈവത്തിനെ പറ്റി പറയാൻ. ഇപ്പോൾ ദൈവത്തിനെ പറ്റി നമ്മൾ അറിയണമെങ്കിൽ അത് നമ്മൾ ആരുടെ അടുത്തും പറയാൻ മടിക്കരുത്, നാണം ഉണ്ടാവരുത്. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ ദൈവത്തിന് വെറുത്ത അവർ ഈശോനെ കുരിശിൽ തറച്ചു കൊന്നു, എന്നിട്ടും എല്ലാവരോടും ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആൾ തിരിച്ചു വന്നു വീണ്ടും. അപ്പോൾ ഈശോൻ്റെ കഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദൈവം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ദൈവം ഭൂമി അത് മനുഷ്യനുണ്ടാക്കി, നക്ഷത്രവും ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ദൈവം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ചെടികളും ഓരോ വൃക്ഷങ്ങളും അതിനൊക്കെ ഓരോന്നിനും ഓരോ പർപ്പസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ തുളസിയാണെങ്കിൽ അത് നമ്മുടെ ഓരോ അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഓരോ ചെടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല, ഇപ്പോൾ അവിടെ കറ്റാർ വാഴ ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ അത് എരിഞ്ഞ് തലയ്ക്ക് ഇത് പനിക്കൂർക്ക, അങ്ങനെ ഓരോരോ ചെടികൾക്കും അതിനും ഇതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്. നമ്മളെ മനുഷ്യന്മാർക്ക് ഒരു പർപ്പസ് ഇല്ല. നമ്മുടെ മനുഷ്യന്മാരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ നമ്മുടെ പിതാവിനെ ഇങ്ങനെ പറ്റി പറയണം, ആളെ എല്ലാവരിലേക്ക് എത്തിക്കണം, എല്ലാവരും സ്വർഗത്തേക്ക് എത്തിക്കണം, ആളനുസരിച്ച് ജീവിക്കണം. അത്ര ആളുടെ ഒരു ഇത്രയും ബെസ്റ്റ് ക്രിയേഷൻ. ഇപ്പം ഇതൊക്കെ ഈ ഭൂമി ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഓരോന്ന് വളർച്ചയും ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ഇതിൻ്റെ ചെടികളൊക്കെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഇതുകൾ, ഓരോ ആ സ്റ്റെമ്മ്, ഇത് റൂട്ട്, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സൈലം, ഫ്ലോയം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റൊമാറ്റ, ഇതെന്തോരോ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ എന്നാലും അതൊക്കെ ദൈവം എന്ന് പറഞ്ഞുണ്ടാക്കി തരാം ഒറ്റയടിക്ക്. എന്നിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് മനുഷ്യന്മാരിങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടി. അതാ കാരണം ആദ്യമേ കാലം തൊട്ട് പിശാചുണ്ട്, സാത്താൻ വന്നിട്ട് ഇരുന്ന് കുത്തുന്നുണ്ട്. ആദത്തിന് ഹവ്വയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആദവും അതുപോലെ തന്നെ ഇതിൽ പാപത്തിൽ പോയി. പിന്നെ അങ്ങോട്ട് പിന്നെ ഉള്ള ആൾക്കാരുകളൊക്കെ പാപം. അപ്പം ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ഈശോനെ വിടണേ. ഈശോനെ ഭൂമിയിലേക്ക് വിടും. അപ്പോൾ ഈശോനെ ഭൂമിയിലേക്ക് വിടും. ഈശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മോനാണ്, പുത്രനാണ്. അപ്പോൾ ഈശോനെ ഇങ്ങോട്ട് വിടുമ്പോൾ മനുഷ്യനായിട്ട് വരും. മനുഷ്യനായിട്ട് എന്നാൽ വരുമ്പോഴാണെങ്കിൽ വ്യത്യസ്തമുണ്ട്. സാധാ ഇതുകളെക്കാട്ടും ഒക്കെ മനുഷ്യന്മാർ ജനിക്കുന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടാണ് ഈശോ ജനിച്ചത്. അപ്പോൾ ഈശോ ഇങ്ങനെ ജനിച്ചാൽ അതൊക്കെ ഈശോ ജനിക്കുന്നതിനെക്കാട്ടും മുന്നേ വന്ന് പറയുന്നുണ്ട്. നീ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഈശോ വരുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഈശോ ഇതാവാണ് ചെയ്യണത്, ഗർഭം ധരിക്കാൻ പറയാം. ദൈവമാണ് പിതാവ്, അല്ലാണ്ട് ജോസഫിൻ്റെ അടുത്ത് വന്നിട്ടല്ലാണ്, കല്യാണത്തിന് ശേഷമൊന്നുമല്ല. ഡയറക്റ്റ് ദൈവം വന്നിട്ടാണ് മറിയം ഗർഭം ധരിച്ച് ഈശോനെ പ്രസവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? കല്യാണത്തിന് ശേഷം അല്ലാണ്ട് എന്തുകൊണ്ട് ഡയറക്റ്റ് ദൈവം വന്ന് ഗർഭിണിയാക്കി ഇങ്ങനെ? അതെന്താ അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ അതൊരു അത്ഭുതമാണ്. ഈ ഭൂമിയൊക്കെ ഒരൊറ്റയടിക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഒരു അത്ഭുതം തന്നെയാണ് ഇതും.
അന്ന് വെച്ചാൽ അത്രയും ഈ ഭൂമി ഈ പ്രപഞ്ചം ഈ ചെടിയും കിളികളും അത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ വിശ്വസിച്ചില്ല ദൈവത്തില്. ആളെ വിചാരിച്ചത് ഇത്രയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കും ബോംബ് പൊട്ടിയിട്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ബിഗ് ബാങ്കിലാണ് ഇതൊക്കെ ഉണ്ടായി. മനുഷ്യന്മാർ കുരങ്ങിന്ന് വന്നു. അത് എന്ത് മണ്ടത്തരാന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി അറിയാം. അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ബോംബ് എന്ത് ബിഗ് ബാങ്ക് ഉണ്ടായിട്ടാണ് ഇതൊക്കെ എത്ര പെർഫെക്ഷനിൽ കേട്ടോ, എത്ര പെർഫെക്ഷനിൽ വരുന്നു. ഓരോ ചെടികൾക്ക് ഓരോ ഇതൊക്കെ ഇത്ര പെർഫെക്ഷനിൽ. അതൊക്കെ എങ്ങനെ, അത് നമുക്ക് അതിൽ തന്നെ വ്യക്തമാണ് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരാൾ ഇത് ഉണ്ടാക്കിയതാണ്. ഒരാളുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്തോരം പവർ ഉണ്ട് നമുക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ. ഈ ചകുത്താന് പോലും അറിയാം ദൈവം ആളെ നശിപ്പിക്കും, അത് ചെകുത്താനും അറിയാം. പക്ഷെ ആള് ഇത് ഉണ്ടാക്കിയ കാലയളവ് ബൈബിളില് ഫുള്ള് കഥയുണ്ട്. ഭൂമി എവിടെ തുടങ്ങും എവിടെ അവസാനിക്കും അത് ഫുള്ളുണ്ട്. അതിൽ അവസാനത്തിൻ്റെ ടൈമായി. ഇപ്പോൾ ചെകുത്താൻ എന്തായാലും ഡെഡാവും, ദൈവം കൊല്ലും. അത്ര പെരുത്ത് ശക്തിയുണ്ട് ദൈവത്തിന്. അത് ചെകുത്താൻ അറിയില്ല. അപ്പോൾ ഈ കൊല്ലണേക്കാട്ടും മുന്നേ ചെകുത്താൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ എനിക്ക് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്രിയേഷനെ ഈ മനുഷ്യനെ ഈ ചായയിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി ഈ മനുഷ്യനെ ഞാൻ ഇങ്ങനെ നരിക്കിപ്പിക്കും എന്ന് പറയുന്നത്. അവരെ കൊണ്ട് പാപം ഇങ്ങനെ ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മളൊക്കെ ഈ പിശാശിൻ്റെ ലോകത്ത് ജീവിക്കുന്നത്. ദൈവമാണ് ഉണ്ടാക്കിയേക്കണേ, പക്ഷെ പിശാശാണ് ഭരിക്കണേ. നമ്മളെ ഫുള്ള് പാപങ്ങൾ ചെയ്യണം. നമ്മൾ മണ്ടത്തരൊക്കെ ചെയ്യണം. ഇപ്പോൾ സിഗരറ്റ് വലിച്ച് ഞാൻ വീഡിയോ ചെയ്തു. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നതിനൊക്കെ നിങ്ങൾ പറയും പാപം എന്തിനു തേണ്ടി അങ്ങനെ ഇതൊക്കെ പറയും. അതേ നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പോൾ സിഗരറ്റ് വലിക്കുന്നു, അതൊരു പാപം. എന്തുകൊണ്ട്? നമ്മുടെ സ്വയം ബോഡീനെ ഞാൻ നശിപ്പിക്കുകയാണ്. എൻ്റെ ദൈവം വസിക്കേണ്ട ആലയത്തിന് ഞാൻ നശിപ്പിക്കുകയാണ് ഞാൻ സിഗരറ്റ് വലിച്ച്. അപ്പോൾ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഇത് പൊട്ടയാണ്, പുക ഉള്ളിൽ കയറി ഇറങ്ങി, അതുകൊണ്ടാണോ? അല്ല, ആ പുകയിലുള്ള ഓരോ കെമിക്കൽസ്, ആ കെമിക്കൽ കാരണമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഭേദമാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിക്കുന്നത് ഒരു പാപം. അതേ സമയത്ത് നിങ്ങൾ എടുത്തു നോക്കി, ഇപ്പോൾ പെപ്സി, കൊക്കക്കോള, അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ കഴിക്കുന്ന കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഹോർലിക്സ്, അത് ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു നോക്കി, അതിലൊക്കെ എന്തോരം കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭേദമല്ല, അതറിയാം നമുക്ക്. എന്നിട്ടും നമ്മൾ അത് കുടിക്കുന്നുണ്ട്. അതിപ്പോൾ എന്നെപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നതിന് ഇപ്പോൾ കുറ്റം ആരോപിച്ച് വരുന്ന ആള് പെപ്സി കുടിക്കുന്നുണ്ട്, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് നീ സിഗരറ്റ് വലിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് അതിലെന്താ അർത്ഥം? അവർ വേറെ രീതിയിൽ, ഞാൻ പുകയായിട്ട് എടുക്കണു, അവർ വെള്ളമായിട്ട് എടുക്കണു, അത്ര വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ പാപം ചെയ്യുന്നത് നമ്മൾ അറിയുന്നു പോലില്ല. നമ്മുടെ കണ്ണിൽ തെറ്റാന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്മോക്കിംഗ് കിൽസ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്, അങ്ങനെ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പാപം. അല്ലാണ്ട് നമ്മൾ അറിയാണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് അത് നമുക്ക് കുടിക്കാം, അപ്പോൾ അത് എന്നിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് പാപമല്ല. അല്ല, നമ്മൾ അത് അറിയണം പോലും ഇല്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തായാലും നമ്മൾ എന്തിട്ടേക്ക് തിന്നണേന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴായാലും തന്നെ ഇപ്പോഴൊന്നും ആരും ഒരാളും നമ്മൾ സ്വന്തമായിട്ട് കൃഷി ഉണ്ടാക്കി അങ്ങനെ ഭക്ഷണം വെച്ച് ഇങ്ങനെ കഴിക്കുന്നില്ല. ആരും ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ എന്നാലും വളരെ ഇതായിട്ട് കുറഞ്ഞു വരാം, ചുരുങ്ങി ഇങ്ങനെ വരാം. അപ്പോൾ അത് ഇങ്ങനെ നമ്മളെ സ്കൂള് പഠിക്കുന്ന കാലത്തെ തൊട്ട് ഈ സ്കൂളാണ് ഏറ്റവും വലിയ സ്കാം. സ്കൂള് എന്ന് പറഞ്ഞ ഒരു സമയമായി. ഇപ്പോൾ ആൾക്കാരിങ്ങനെ പണ്ട് എങ്ങനെയാണ് എപ്പോഴൊക്കെ ഈ സ്കൂൾ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി. ഈ പുറത്ത് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൊട്ടന്മാരാവണം. ഈ നമ്മളെ ഈ ശരിക്കും പിശാച് വന്നേക്കണത് ഈ പുറത്ത് കാലഘട്ടത്തിലാണ്. ഈ ഫോണൊക്കെ വന്നേ പിന്നെ. അപ്പം അങ്ങോട്ട് ഈ ഫോൺ എന്ന് പറഞ്ഞ സംഭവം ഈ പിശാചിനെ വിളി. പക്ഷെ എനിക്ക് ഈ പിശാച് കണ്ടുപിടിക്കുന്നതിൻ്റെ പിശാച് കണ്ടുപിടിച്ചതെന്നല്ല, അവർ അതിനെ കൂടുതൽ അതിൽ ഇൻവോൾവ്ഡ് ആണ്. പിശാച് കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴായാലും തന്നെ നിങ്ങളൊന്നും ഈ ലോകത്ത് നടക്കുന്നത് ഒന്നും അറിയുന്നില്ല. നിങ്ങൾ ദൈവത്തിനെ കുറിച്ചൊന്നും ഒരാൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. മലയാളികൾ വലിയ വിവരമുള്ളവരാന്ന് പറയും, പക്ഷെ മലയാളികൾക്ക് ഒരു വിവരമില്ല എന്ന് ഞാൻ പറയും. കാരണം ഇവർ ദൈവത്തിന് ഇത്രയ്ക്കും ബോധം ഉണ്ടായിട്ട് ദൈവത്തിന് ഇവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അവരവരുടെ പൈസയ്ക്ക് അവരവരുടെ ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ഓടാം. അപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടൈമായാലും തന്നെ ഇപ്പോൾ ഒളിമ്പിക്സിൻ്റെ ഇത് കഴിഞ്ഞു. ഇപ്പോൾ 2024 ഒളിമ്പിക്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ കാട്ടിയ കാട്ടായങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കുറേ തടിച്ച് ട്രാൻസ് അങ്ങനെയുള്ള ആൾക്കാർ കൂടെ ഈശോൻ്റെ ലാസ്റ്റ് സപ്പറിനെ അവർ കളിയാക്കി.
അപ്പം അതിനുശേഷം പിന്തുടർന്ന് കുറേ ദുരന്തങ്ങൾ ഇങ്ങനെ ലോകം മൊത്തം ഉണ്ടായിരുന്നു. വയനാട്ടിൽ ഇപ്പോൾ ഉരുൾപൊട്ടിയതൊക്കെ ചെയ്തു. പക്ഷെ അത് അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ ഓരോ നാച്ചുറൽ കാരണങ്ങളാണ്. അല്ല, നമ്മൾ ഈ ദൈവം പറഞ്ഞേക്കണതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബൈബിളിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത് സംഭവിക്കും. ഇപ്പോൾ മരുഭൂമിയിൽ പുതിയ പുഴ ഒഴുകും, അതുപോലെയൊക്കെ അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പ്രൂഫായിട്ട് വീഡിയോകൾ നമ്മുടെ ഇൻസ്റ്റയിലുണ്ട്. ഓരോ വീഡിയോകൾ ഞാനിപ്പോൾ ഓരോന്ന് ഫോളോ ചെയ്യുന്ന ഇങ്ങനെ ഓരോന്നുണ്ട്. പക്ഷെ ഇത് ആരും കാണാനും ഇതിനും ഇല്ല. എല്ലാവർക്കും റീൽസ് കാണുന്നുണ്ട്. എന്നിട്ട് വെറുതെ ഒരുത്ത അങ്ങട് ബൈക്കും പോയി, ഒരുത്ത ഇങ്ങോട്ട് ബൈക്കും പോയി, ഒരു കാർ എടുത്ത് ഇങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഒരുത്തൊരു കട കയറി ഇരുന്ന് തിന്നണു. ഇതൊക്കെയാണ് കാണാനുള്ളത്. അല്ലെങ്കിൽ വല്ല ആപ്പിള് അല്ലെങ്കിൽ വണ്ടി കയറ്റി ആപ്പിൾ അരയ്ക്കുക, ഇതൊക്കെയാണ് ആൾക്കാർക്ക് കാണാൻ നേരം. അല്ലാണ്ട് ദൈവത്തിനെ കുറിച്ച് ഒരാളും കാണില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ റിയൽ പ്രൂഫുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടൊക്കെ ഉണ്ടായി പരിപാടിക്ക് നിർത്തി പ്രാർത്ഥനയിലേക്ക് പോകും. എന്ന് വെച്ചാൽ ആദ്യം സ്വന്തമായിട്ട് നന്നാവാൻ നോക്കുക, ബാക്കിയുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഉപദേശിപ്പിച്ച് സ്വന്തമായിട്ട് നന്നാവാൻ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവത്തിനെ കാണാൻ പറ്റി തുടങ്ങിയാൽ അത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാൻ തുടങ്ങുക. അതുപോലെ തന്നെ കുമ്പസാരിക്കുക, നല്ല കുട്ടികളാവുക. അപ്പോൾ ഈശോയിലേക്ക് നമ്മളെ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലെത്താനും പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ എല്ലാ വീഡിയോകളും സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് അങ്ങനെയില്ല. എനിക്കങ്ങനെ ഒന്നും പറയാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ഞാൻ ഇങ്ങനെ കണക്റ്റ് ആയി പോകുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാനൊന്നും പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലാഗൊക്കെ ഉണ്ടാവും. വീഡിയോ കുറച്ച് വലുതൊക്കെ ആയിരിക്കും, എന്നാലും ഇത്തിരി കൂടെ ഷോർട്ടൊക്കെ ആക്കി ഞാൻ പറയാൻ നോക്കാം. പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ശരി. അയ്യോ നിക്ക് ആ വീഡിയോ തീർന്നിട്ടില്ല. അതിൽ ഞാൻ അവസാന ഭാഗം ഇപ്പോൾ പറയാൻ വന്ന കാര്യം വിട്ടുപോയി. ഇത് വീണ്ടും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ അവസാനമായിട്ട് ഈ ദൈവത്തിൻ്റെ ഓരോ ഇത് ഈ ഒളിമ്പിക്സിൽ കളിയാക്കിയതിന് ശേഷം ഉണ്ടായ ദുരന്തങ്ങൾ ഇതൊക്കെ. അതുപോലെ തന്നെ കുറേ കാരണങ്ങളുണ്ട്. കുറേ കാരണങ്ങൾ ബൈബിളിൽ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ അത് ഏറ്റവും അവസാന നിമിഷത്തിലാട്ടാ. ബൈബിളിൽ ദൈവം എന്ന് ആദ്യം ഭൂമി ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ഈശോ വന്നൊരു സമയമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈശോ വീണ്ടും വരണ ഒരു സമയമുണ്ട്. അവിടെയാണ് ഭൂമി അവസാനിക്കുക. അപ്പോൾ ആ ഒരു ടൈമായി എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിങ്ങനെ അവർക്ക് കുറേ വിഷനുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മറ്റേ സിംസൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമേറ്റഡ് കാർട്ടൂൺ ഉണ്ട്. അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ പെട്ടെന്ന് എലിഞ്ഞു പോവുക. അത് കുറേ പ്രെഡിക്ഷൻ നടത്തുന്ന ഒരു കാർട്ടൂൺ ഷോ പോലെയാണ്. അപ്പോൾ അതിൽ വരെ ഇത് എങ്ങനെയുണ്ട്, ദൈവം തിരിച്ചു വരണതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പക്ഷെ ആൾക്കാരെ ആരും അത് മൈൻഡ് ആക്കണില്ല. എല്ലാവരും ഇങ്ങനെ ഓരോ ഈ പിശാചിൻ്റെ ഈ അടിമത്തത്തിൽ പെട്ടിട്ട് അവരൊക്കെ എങ്ങോട്ടോ പോവാ. ദൈവത്തിനെ പറ്റി പറയാൻ ആരുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് പറയാം. ആരൊക്കെ കാണുമെന്നറിയില്ല, എന്നാലും കാണുന്നവർക്ക് ഇത്തിരിയും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ ഇതിങ്ങനെ നൈസിലി ഡൗൺലോഡ് ആക്കിയിട്ട് ഈ ചാനലിൽ ഇങ്ങനെ ഷോർട്ടുകളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമാവും. അപ്പോൾ അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം നമ്മുടെ സമയം എടുത്തു എന്ന്. ഈ എത്രയും പെട്ടെന്ന് ഈശോ വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എത്രയും പെട്ടെന്ന് നമ്മൾ മരിക്കാനായിട്ട് മുന്നേ ആളെത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളൊക്കെ മരിക്കാനായിട്ട് മുന്നേ ഈ ബൈബിളിൽ പറയുന്ന പോലെ ദൈവം വരും. ദൈവം ഇതൊക്കെ തുറന്ന് വരും. ഒരു തീഫ് ഇൻ ദ നൈറ്റ് എന്ന് പറയാം. ഒരു രാത്രിയിൽ ഒരു കള്ളൻ്റെ പോലെ ആയിരിക്കും വരും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അപ്പോൾ നമ്മൾ ഇത്രയ്ക്കും പ്രൂഫുകൾ ഇതൊക്കെ നമ്മുടെ ഫോണിലും ഇതിലൊക്കെ നടന്നിട്ട് നമ്മൾ ദൈവത്തിന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഒരു നാണക്കേടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ദൈവത്തിലേക്ക് തിരിച്ചു പോവേണ്ടതാണ്. പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ കുമ്പസാരിക്കുക, കുർബാന കൈക്കൊള്ള സ്വർഗത്തിലേക്ക് പോവാം. അപ്പോൾ ശരി, ബൈ ബൈ.